ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സ്പൈസി മട്ടൻ കറിയാണ്. വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം ആവശ്യമുള്ളത് കുറച്ച് ചതച്ച ഇൻഗ്രീഡിയൻസ് ആണ്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് ചെറിയുള്ളി നന്നായി കൊത്തി അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചതാണ് നല്ലത് എപ്പോഴും. പിന്നെ 2 വലിയ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിക്കാളും കുറച്ച് കുറവാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ പച്ചമുളക് ടേസ്റ്റിനനുസരിച്ച് ഞാനിവിടെ ഒരു നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാവണം. ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. ആദ്യം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാവൂ. ഏറ്റവും അവസാനം നമ്മൾ കൂടുതൽ എണ്ണ ഒഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം എണ്ണ വളരെ കുറവ് ഒഴിക്കാൻ നോക്കണം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം, ആ ഒരു പച്ചമണം മാറണ വരെയും. എന്നിട്ട് നമുക്ക് ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം, ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇപ്പോൾ ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി പിന്നെ ചിലപ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഇതിലേക്ക് ഇനി 1/2 കിലോ മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ കുറച്ച് എല്ലുള്ളതൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇന്നിപ്പോൾ എനിക്ക് എല്ലില്ലാത്ത മട്ടനാണ് കിട്ടിയത്. അതും കൂടി ചേർത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. മട്ടൻ കുറച്ച് നേരം 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാൻ പോകണം. അതിന് മുമ്പ് ഉപ്പ് പാകത്തിന് ചേർക്കാം. 1/2 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് മൂടി വെച്ച് നിങ്ങളുടെ മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഒരു 6 സ്റ്റീം കഴിയുമ്പോഴേക്കും മട്ടൻ നന്നായി വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ പാകം നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി തുറന്നതിന് ശേഷം ഉപ്പ് നോക്കാം. ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ കളറ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയും കൂടി വേണം. ഇതിലൊടുവിൽ നമ്മൾ മുളക് പൊടി മൂപ്പിച്ചിടും. അപ്പോൾ ആ കളറൊന്ന് നന്നായിട്ട് നിൽക്കണമെങ്കിൽ മഞ്ഞളുടെ കളറും കുറച്ച് കൂടുതൽ ഇങ്ങനെ നിൽക്കണം. പക്ഷെ മഞ്ഞൾ കുത്തൊന്നും പാടില്ല, നോക്കിയിട്ടിടണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഈ പൊടികൾ ശ്രദ്ധിക്കുക, കുക്കർ തുറന്നതിന് ശേഷം മട്ടൻ വെന്തതിന് ശേഷമാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ നാടൻ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ നാടൻ ഗരം മസാലയാണ് ചേർക്കുന്നത്. അതിൻ്റെ റെസിപ്പി വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതൊന്ന് ഇത്തിരി നേരം തിളക്കട്ടെ, ചെറിയ തീയിൽ കിടന്നിട്ട്. ഈ സമയത്ത് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 വലിയ ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി, നന്നായി കൊത്തി അരിഞ്ഞതായിരിക്കണം, ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളക് മാറി ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി. ആ മുളക് പൊടി മൂത്ത മണം വരും, നല്ലൊരു മണം വരും ആ സമയത്ത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് നല്ല കളറും ഉണ്ടാവും. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒട്ടും തന്നെ മണം മാറിപ്പോകരുത്. നല്ലൊരു മണം നിൽക്കുമ്പോൾ തന്നെ നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ആ സ്പൈസ് കരിഞ്ഞ മണമായി മാറും. ഞാൻ കുക്കർ നേരത്തെ അടച്ചു വെച്ചിരുന്നു. ഇത് തുറന്ന് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ കുറച്ചും കൂടി വെള്ളം വറ്റിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഈ മൂപ്പിച്ച വെളുത്തുള്ളിയും മുളക് പൊടിയും ചേർത്ത ആ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി തിളച്ചാൽ മതി. അടുപ്പത്ത് നിന്ന് ഇറക്കണതിന് തൊട്ട് മുമ്പ് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണം. പുതിനയിലയാണ് കൂടുതൽ ചേർക്കുന്നത്, 2 തണ്ട് പുതിനയില, അതിനുശേഷം 1 തണ്ട് മല്ലിയില. ഇതൊക്കെ ചേർത്ത് ഒന്നും കൂടി തിളച്ചാൽ കറി റെഡിയാണ്. അപ്പോൾ നല്ല മട്ടൻ കറി, നല്ല സ്പൈസി. ഏറ്റവും അവസാനം വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് ഇട്ട് കൊടുക്കാം. സ്പൈസി സിമ്പിൾ മട്ടൻ കറി.
ഉണ്ടാക്കി നോക്ക്. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു മട്ടൻ കറി, അല്ലെങ്കിൽ ഇടിയപ്പം, പത്തിരി ഇതിനായിട്ടൊക്കെ ചേരും. ഉണ്ടാക്കി നോക്കിയാൽ വിവരം അറിയിക്കാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.